കഥയുടെ തുടക്കത്തിൽ കടലിന് നടുക്കുള്ള ഒരു ബോട്ടാണ് കാണിക്കുന്നത്. ആ ബോട്ടിൽ തന്നെ 2 കപ്പിൾസ് ഉണ്ട്. അവരെ നല്ല രീതിയിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. പെട്ടെന്നായിരിക്കും ഈ ബോട്ടിൽ എന്തോ കുലുക്കം സംഭവിക്കുക. എന്താണെന്ന് അറിയാനായിട്ട് അവരെല്ലാരും കൂടെ ഒരുമിച്ച് കൂടും. എന്നിട്ട് ഈ കുലുക്കം നിന്നിട്ടില്ല. വീണ്ടും വീണ്ടും കിടന്ന് കുലുങ്ങാണ്. അതുമല്ല ബോട്ടിന്റെ അടിയിൽ നിന്ന് എന്തോ ബോട്ടിനുള്ളിലോട്ട് ഇടിച്ചു കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്നായിരിക്കും ബോട്ട് പൊളിച്ചൊരു ഷാർക്ക് അകത്തോട്ട് കയറി വരിക. ഇത് കണ്ട് പേടിച്ച ഒരു കപ്പിളാണെങ്കിൽ കടലിൽ ചെന്ന് വീഴും. അവരെങ്ങനെയെങ്കിലും ബോട്ടിൽ വലിഞ്ഞു കയറാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അവരെ കൊണ്ട് കഴിയുന്നില്ല. അതുമല്ല ദൂരം നിന്നൊരു ഷാർക്ക് അവരുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവര് പേടിച്ചിട്ട് അവരുടെ പരമാവധി ശ്രമിക്കുന്നുണ്ട് ബോട്ടിൽ വലിഞ്ഞു കയറാനായിട്ട്. എന്നാലും കഴിയുന്നില്ല. ഈ ഷാർക്ക് അടുത്തെത്തി അവരെ കടിച്ചു കൊല്ലും എന്നുള്ളൊരു നിലയെത്തുമ്പോൾ ഈ ഷാർക്കിന്റെ ദേഹത്ത് ഒരു കമ്പി വന്ന് കയറുകയാണ്. ആരോ ദൂരം ഒരു ബോട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്തതാണ് ഈ ഷാർക്കിനെ. അയാളെ ഷൂട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഈ ഷാർക്കിനെ അവരെ ഉപദ്രവിക്കാനായിട്ട് സാധിച്ചില്ല. ഈ ഷാർക്ക് തളർന്നു പോവുകയാണ്. നേരത്തെ നമ്മൾ കണ്ട ആ കപ്പിൾസ് എല്ലാവരും സേഫ് ആണ്. ഇപ്പൊ ഈ ഷൂട്ട് ചെയ്ത ആളാണ് നമ്മുടെ ഹീറോ. അവന്റെ പേര് മാക്സ് എന്നാണ്. പിറ്റേ ദിവസം തന്നെ നമ്മുടെ കഥാനായികയായിട്ടുള്ള ഹീറോയിന്റെ ബോസിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഹീറോയിൻ പരീക്ഷണം ചെയ്ത ഷാർക്കാണ് കടലിൽ ചാടിപ്പോയത്. അതിനുത്തരം പറയാനായിട്ടാണ് ബോസിന്റെ അടുത്ത് വന്നിരിക്കുന്നത്. ബോസിന്റെ അടുത്ത് വരുമ്പോൾ ബോസ് പറയും, ഇനി തൊട്ട് നീ എക്സ്പെരിമെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതങ്ങ് നിർത്തി വെച്ചേക്കാൻ. എന്നാൽ അവള് പറയും, ഈ അൽഷിമേഴ്സ് രോഗം മാറ്റാനായിട്ട് ഈ ഒരു എക്സ്പെരിമെന്റിനെ കൊണ്ടേ കഴിയത്തുള്ളൂ. എനിക്കാകെ 48 മണിക്കൂർ സമയം തന്നാൽ മതി. അതിനുള്ളിൽ ഞാൻ അൽഷിമേഴ്സിന്റെ മരുന്ന് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് അവിടെ നിറങ്ങി പോവുകയാണ്. കൂടെ തന്നെ മറ്റേ സെക്രട്ടറിയും പോകുന്നുണ്ട് കേട്ടോ. ബോസിന്റെ കൂടെ നിന്ന് ആ ഒരു സെക്രട്ടറി. കട്ട് ചെയ്താൽ സെക്രട്ടറിയും അതുപോലെ തന്നെ ഹീറോയിനും കൂടെ പ്ലെയിൻ എടുത്ത് ആ ഒരു ലാബിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോയിന്റെ പേര് എൽസ എന്നാണ്. ഇവർ പ്ലെയിൻ എടുത്ത് ആ ലാബിൽ ചെല്ലുന്നുണ്ട്. അതേ നേരം തന്നെ ആ ലാബിന്റെ പുറത്ത് നമ്മൾ ഇന്നലെ കണ്ടില്ലേ മാക്സ്, അവൻ ഇന്നലെ ആ പിടിച്ച ഷാർക്കിനെ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ വായിൽ എന്തോ ഒരു നമ്പർ പ്ലേറ്റ് ഉണ്ട്. പക്ഷെ ഇത് പിടിച്ചോണ്ട് വന്ന ആൾക്കാർ ആ നമ്പർ പ്ലേറ്റ് അതിന്റെ വായിൽ നിന്ന് എടുക്കാതെ അതിന് അവിടുത്തെ പൂളിലോട്ട് എടുത്തിടുകയാണ്. പക്ഷെ ഹീറോ വിടില്ല. അവന് ഷാർക്കിനെ ഒന്നും പേടിയില്ല. ഷാർക്കിന്റെ കൂടെ ചാടിയിട്ട് അതിന്റെ പിന്നാലെ പോയി അതിനെ പിടിച്ച് അതിന്റെ വായിൽ നിന്ന് എങ്ങനോ ആ ഒരു നമ്പർ പ്ലേറ്റ് ഊരി എടുക്കുന്നുണ്ട്. ആ നമ്പർ പ്ലേറ്റുമായിട്ട് അവൻ കരയ്ക്ക് വരും. ഈ ഒരു കാര്യം കണ്ടുകൊണ്ടാണ് സെക്രട്ടറിയും അതുപോലെ തന്നെ എൽസയും കൂടെ കയറി വരിക. എൽസയ്ക്ക് നമ്മുടെ മാക്സിനോട് ചെറിയൊരു ഇഷ്ടമുണ്ട്. അത് മാക്സിനും അറിയാം. മാക്സിനും എൽസേനെ ഇഷ്ടമാണ്. അതുപോലെ ഈ സെക്രട്ടറിനെ സ്വീകരിക്കാനായിട്ട് അവിടുത്തെ തന്നെ ഒരു ഡോക്ടർ ഉണ്ട്. അവിടെ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഒരു ഫീമെയിൽ ഡോക്ടർ. ആ ഫീമെയിൽ ഡോക്ടർ സെക്രട്ടറിനെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവർ 3 ഷാർക്കിനെ വെച്ചാണ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. ഒരു അമ്മ ഷാർക്കും ഒരു അച്ഛൻ ഷാർക്കും പിന്നെ ഒരു കുട്ടി ഷാർക്കും. ഈ അച്ഛൻ ഷാർക്കിനും അമ്മ ഷാർക്കിനും ഉണ്ടായതാണ് ആ കുട്ടി ഷാർക്ക്. അത് സെക്കൻഡ് ജനറേഷൻ ആണ്. അതിന് കുറച്ചധികം പ്രത്യേകതകളുണ്ട്. അതിൽ നിന്ന് അൽഷിമേഴ്സിന്റെ മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഈ ഒരു ഡോക്ടർ സെക്രട്ടറിക്ക് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ അവിടെ ഒരു ടവർ ഉണ്ട്. ആ ടവറിൽ ഒരു പെൺകുട്ടിയുണ്ട്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വിളിച്ചു പറയാ, മൈക്ക് വെച്ച് വിളിച്ചു പറയാ. അവൾക്ക് നമുക്ക് ടവറിലുള്ള പെൺകുട്ടി എന്ന് പേര് കൊടുക്കാം. അതുപോലെ തന്നെ മാക്സിനെ കാണാനായിട്ട് അവന്റെ ഒരു കൂട്ടുകാരനും കൂടെ വന്നിട്ടുണ്ട്. ഈ ലാബിൽ എല്ലാവരും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ലാബിൽ കാണിക്കുകയാണെങ്കിലും മാക്സ് അതുപോലെ തന്നെ എൽസ, സെക്രട്ടറി ഇവരെല്ലാരും കൂടെ അടുത്ത എക്സ്പെരിമെന്റിനുള്ള തയ്യാറെടുപ്പിലാണ്. കട്ട് ചെയ്താൽ ഈ ഒരു ലാബിൽ തന്നെ അടുക്കളയുണ്ട്, കിച്ചൺ ഉണ്ട്. കാരണം അവർക്ക് ഫുഡ് കഴിക്കണ്ടേ. ആ ഫുഡ് പാചകം ചെയ്യാനായിട്ട് ഒരു മനുഷ്യനും ഉണ്ട്. ആ കുക്കിനൊരു തത്തയുണ്ട്. പുള്ളിക്കാരന്റെ പെറ്റാണ് ആ തത്ത. കട്ട് ചെയ്താൽ നമ്മുടെ മാക്സിനെ കാണിക്കുകയാണെങ്കിൽ മാക്സ് ഒരു സ്പെഷ്യൽ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് കുറച്ചധികം കൂടിന്റെ ഇടയിൽ കൂടെ കടലിനുള്ളിലോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട്. ആ കടലിനുള്ളിലാണ് ഇവര് ഷാർക്കിനെ വളർത്തുന്നത്. അതുപോലെ ഈ ഷാർക്കിന് പുറത്തോട്ട് രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധിക്കത്തില്ല. അവര് ചുറ്റും കമ്പി കെട്ടിയിട്ടുണ്ട്. അതുപോലെ മാക്സിന്റെ ദേഹത്തൊന്നും ഈ ഷാർക്കിന് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ചുറ്റും കൂട് പോലത്തെ സംഭവമുണ്ട്. ഇപ്പൊ മാക്സ് പുറത്തോട്ട് വന്ന് നോക്കുമ്പോൾ അതിൽ കുറച്ച് ഷാർക്കൊക്കെ ആണെങ്കിൽ തമ്മി കടിച്ച് ചാകുന്നുണ്ട്. ഇതേ നേരം എൽസ ലാബിൽ നിൽക്കുമ്പോൾ ആ ടവറിൽ വർക്ക് ചെയ്യുന്ന ലേഡി എൽസനെ വിളിക്കുന്നുണ്ട്, പുറത്തോട്ടിറങ്ങി വാ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ എൽസ പുറത്തോട്ടിറങ്ങി വരും. എന്നാൽ പുറത്തോട്ടിറങ്ങി വന്ന് നോക്കുമ്പോൾ ആരും കാണാനില്ല. അവള് മാത്രമേ ഉള്ളൂ. എന്താ സംഭവം എന്നറിയാൻ നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് എല്ലാരും കൂടെ ലൈറ്റ് ഒക്കെ ഇട്ട് പുറത്തോട്ട് വരുന്നത്. ഇന്ന് എൽസയുടെ ബർത്ത്ഡേ ആണ്. അത് ആഘോഷിക്കാനായിട്ടാണ് അവർ എൽസനെ ഇങ്ങനെ പറ്റിച്ചത്. പിന്നീട് അവർ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ആഘോഷിക്കും. അതിനുശേഷം എൽസനെ കാണാനായിട്ട് മാക്സ് വരുന്നുണ്ട്. അവൻ ആ സ്രാവിനെയൊക്കെ നോക്കി കഴിഞ്ഞിട്ട് എന്നിട്ട് എൽസനോട് വന്ന് പറയാണ്, ആ ഷാർക്കുകളെല്ലാം വളരെയധികം അക്രമകാരികളാണ്. ഈ എക്സ്പെരിമെന്റ് ഇവിടെ നിർത്തുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവെന്ന് പറയുമ്പോൾ എൽസ അവനോട് ചൂടാവുകയാണ്. നീ ഇതിനെ പറ്റിയൊന്നും അറിയണ്ട. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നീ ഇത് സെക്രട്ടറിയോട് പറയാനായിട്ട് പാടില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അവർ എക്സ്പെരിമെന്റ് നിർത്തിവെക്കും. അങ്ങനെ നിർത്തിവെക്കുകയാണെങ്കിൽ അൽഷിമേഴ്സ് ഉള്ള ഒരുപാട് രോഗികൾക്ക് മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തില്ല. അവർക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തതിന്റെ കാരണം നീ ആയി മാറും. അതുകൊണ്ട് നീ തീരുമാനിച്ചെന്ന് പറയുമ്പോൾ മാക്സിന്റെ മനസ്സ് മാറുകയാണ്. പിറ്റേ ദിവസം മാക്സ് ആണെങ്കിൽ വീണ്ടും ആ കടലിനുള്ളിലുള്ള ആ ഒരു കൂട്ടിൽ പോകുന്നുണ്ട്. അത് ഒരു ഷാർക്കിനെ പിടിക്കാനായിട്ടാണ്. സെക്കൻഡ് ജനറേഷനിലുള്ള ഷാർക്കിനെ പിടിക്കാനായിട്ടാണ്. അതിനെ പിടിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഇത് മാക്സിനെ ആക്രമിക്കാനായിട്ട് വരുന്നുണ്ട്. മാക്സ് തോക്കെടുത്ത് ചൂണ്ടുമ്പോൾ ഈ ഷാർക്ക് ആണെങ്കിൽ പേടിച്ച് മാറിപ്പോകുന്നുണ്ട്. ഒരിക്കലും ഒരു ഷാർക്കിന് അതൊരു തോക്കാണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവില്ല. എന്നാൽ ഈ ഷാർക്കിന് അത് കഴിവുണ്ട്. കാരണം അത് അത്രയും ബുദ്ധിയുള്ള ഷാർക്കാണ്. പക്ഷെ മാക്സ് വിട്ടുകൊടുക്കത്തില്ല. അവൻ ആ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങും. എന്നാൽ ഈ ഷാർക്ക് അതറിയാതെ ഇവൻ ആക്രമിക്കാനായിട്ട് കൂട്ടിലോട്ട് വരും. ഈ കൂട്ടിലോട്ട് വരുമ്പോൾ ഇവൻ കൂട്ടിന്റെ പുറത്ത് നിന്ന് അതിനെ ആക്രമിക്കുകയാണ്. അതിനെ ബോധം കെടുത്തി കളയാണ്. പിന്നീട് എന്തോ ഒരു കൂട്ടിൽ കയറ്റിയിട്ട് അതിനെ മുകളിലോട്ട് കൊണ്ടുവരും. ലാബിലോട്ട് കൊണ്ടുവരും. ലാബിൽ കൊണ്ടുവന്നിട്ട് അതിന്റെ തലച്ചോറിന്റെ ഭാഗത്ത് എന്തോ ഒരു ഇഞ്ചക്ഷൻ കുത്താനായിട്ട് പോവാണ് എൽസ. ഇതിന്റെ ഇടയിൽ തന്നെ ഈ സ്രാവ് മയക്കത്തിൽ നിന്ന്
ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നുണ്ട്. അവർ ചെറുതായിട്ട് പേടിച്ചു പോവുമെങ്കിലും അത് നോർമലാണ്. എന്നാലും അവർ തലച്ചോറിൽ എന്തോ ഒരു സിറിഞ്ച് കുത്തി കയറ്റിയിട്ട് അതിൽ നിന്ന് എന്തോ ഒരു പ്രോട്ടീൻ എടുക്കുന്നുണ്ട്. ആ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ അൽഷിമേഴ്സിന് മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ പ്രോട്ടീനൊക്കെ എടുത്തോണ്ട് വന്നിട്ട് അതിനെ അവർ നിരീക്ഷിച്ച് നോക്കുകയാണ്. അത് വർക്കായോ, അൽഷിമേഴ്സ് മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കുകയാണ്. അതിന് അൽഷിമേഴ്സ് ഉള്ള ഒരു സെല്ലിനകത്ത് ഈ പ്രോട്ടീൻ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഒഴിച്ചു കൊടുക്കുന്ന നേരത്ത് അൽഷിമേഴ്സ് കുറഞ്ഞു പോകുന്നുണ്ട്. ഇത് കണ്ട് എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അതുമല്ല, നമ്മൾ നേരത്തെ ഒരു ഡോക്ടറിനെ കണ്ടില്ലേ, സെക്രട്ടറിനെ വിളിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത ഡോക്ടർ. ആ ഡോക്ടറിന് ഒരു കാമുകനുണ്ട്. ആ ലാബിൽ തന്നെ വർക്ക് ചെയ്യുന്ന വേറൊരു ഡോക്ടറാണ്. ആ ഡോക്ടർ ഇതിന്റെ സന്തോഷത്തിൽ സിഗരറ്റ് വലിക്കാനായിട്ട് മാറി നിൽക്കും. എന്നാൽ നേരത്തെ പിടിച്ചു വെച്ചിരുന്ന ആ ഷാർക്കിന് ബോധം വന്നിട്ട് പെട്ടെന്ന് തന്നെ ഇയാളുടെ കയ്യിൽ കയറി കടിക്കുകയാണ്. കൈ കടിച്ചു പറക്കുകയാണ്. ഒരുപാട് രക്തം പോകുന്നുണ്ട്. എല്ലാരും പേടിച്ചു പോവാണ്. മാക്സ് പെട്ടെന്ന് തന്നെ ഈ ഷാർക്കിനെ കൊന്നു കളയാനായിട്ട് അവൻ പോയി തോക്കെടുക്കും. അതിനെ ഷൂട്ട് ചെയ്യാനായിട്ട് എയിം ചെയ്ത് നിൽക്കുമ്പോൾ എൽസി ആണെങ്കിൽ സമ്മതിക്കത്തില്ല. അവൾ പെട്ടെന്ന് തന്നെ ഏതോ ഒരു സ്വിച്ചിൽ പിടിച്ചു ഞെക്കി ആ ഷാർക്കിനെ വെള്ളത്തിനുള്ളിലോട്ട് പറഞ്ഞു വിടുകയാണ്. ഇത്രയും വലിയ കണ്ടുപിടുത്തത്തിന് അവൾക്ക് നശിപ്പിച്ചു കളയാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഒരാളുടെ കൈ കടിച്ചെടുത്തിട്ടാണ് അത് അവിടെ നിന്ന് പോയിരിക്കുന്നത്. മാക്സിന് ഇപ്പൊ കൊല്ലാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ എൽസിയോട് ദേഷ്യപ്പെടും. നീ എന്താണ് ഈ കാണിച്ചത്? അത് എന്തുമാത്രം അപകടകാരിയാണെന്നറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൽസ മൈൻഡ് ആക്കത്തില്ല. ഇപ്പൊ എല്ലാരും കൂടെ ചുറ്റും കൂടിയിട്ട് കാമകൻ ഡോക്ടറുടെ കൈയെല്ലാം പൊത്തിപ്പിടിക്കുകയാണ്. അതുമല്ല, എല്ലാരും വിവരം അറിയിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് കുറച്ചധികം ഡോക്ടേഴ്സിന് ആവശ്യമാണ്. അതല്ല ഇവിടെ നിന്ന് ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന്. അതുകൊണ്ട് തന്നെ ആ പ്രകാരം ഒരു ഹെലികോപ്റ്ററിൽ നിറച്ച ആൾക്കാർ അങ്ങോട്ട് വരുന്നുണ്ട് ആ കാമകൻ ഡോക്ടറിനെ രക്ഷിച്ചു കൊണ്ടുപോകാനായിട്ട്. ഈ ഹെലികോപ്റ്റർ ആ ലാബിന്റെ അടുത്ത് എത്തുമ്പോൾ നമ്മുടെ ടീംസ് ആണെങ്കിൽ ഈ കാമുകനെയും കൊണ്ട് പുറത്തോട്ടിറങ്ങി വരുന്നുണ്ട്. കാമുകൻ നല്ല അവശതയിലാണ്. അതുമാത്രമല്ല, പുറത്തുള്ള വെതറൊന്നും അത്ര നല്ല കണ്ടീഷനിലല്ല. കാലാവസ്ഥ വളരെയധികം മോശമാണ്. എന്നാലും ഇവരെങ്ങനെയെങ്കിലുമൊക്കെ പുറത്തോട്ടിറങ്ങി വന്നിട്ട് ആ ഹെലികോപ്റ്ററിന്റെ ഹൂക്കിനകത്ത് ഈ ഒരു കാമുകന്റെ ശരീരം കടുപ്പിക്കുകയാണ്. ചെറിയൊരു ഹൂക്ക് ഇട്ടിട്ട് അതിട്ടത് ഹെലികോപ്റ്റർ ഇയാളെ മുകളിലോട്ട് വലിക്കും. ബാക്കിയുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് ഈ ഒരു കാലാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ലാബിനുള്ളിലോട്ട് ഓടി കയറി പോവാണ്. ഇപ്പൊ ഹെലികോപ്റ്ററിലുള്ള ആൾക്കാർ ആ ബോഡീനെ മുകളിലോട്ട് വലിക്കുമ്പോൾ അവരുടെ ആ റോപ്പ് കറക്റ്റായിട്ട് വർക്ക് ആവുന്നില്ല. അത് സ്റ്റക്കായി പോവാണ്. ഒറ്റ പോക്കാണ് കാമുകൻ താഴോട്ട് കടലിൽ ചെന്ന് വീഴുന്നുണ്ട്. കടലിൽ വീണതും ഈ കയറ് പെട്ടെന്ന് തന്നെ താഴോട്ട് വലിഞ്ഞു വലിഞ്ഞു പോവാണ്. അതിനർത്ഥം എന്തോ ഒരു ജീവി അയാളെ കടിച്ചെടുത്തോണ്ട് പോകുന്നുണ്ട്. ഈ ഹെലികോപ്റ്ററിന് കൺട്രോൾ കിട്ടുന്നില്ല. അത് എന്ത് ജീവിയാന്ന് മനസ്സിലായോ? അത് മറ്റൊന്നുമല്ല, ഷാർക്ക് തന്നെ ആയിരിക്കണം. ആ ഒരു ജീവി ആ ഒരു ബോഡി വലിച്ചെടുത്തോണ്ട് പോകുന്നത് കൊണ്ട് തന്നെ ഹെലികോപ്റ്ററിന് കൺട്രോൾ കിട്ടാതെ ആ ടവറിനകത്തോട്ട് ഇടിച്ചു കയറുകയാണ്. അവിടെ പോയി പൊട്ടിത്തെറിക്കും. ഒറ്റ പൊട്ടിത്തെറിയാണ്. ഹെലികോപ്റ്ററിലുള്ള ആൾക്കാരും ആ ടവറിലുള്ള ലേഡിയും മരണപ്പെട്ടു പോവുകയാണ്. ഈ ഒരു പൊട്ടിത്തെറി നടന്നത് കൊണ്ട് തന്നെ വലിയൊരു കുലുക്കം സംഭവിച്ചു. ആ കുലുക്കത്തിന്റെ ആഘാതം നമ്മുടെ കിച്ചണിൽ നിൽക്കുന്ന കുക്കിനും അതുപോലെ തന്നെ ലാബിൽ നിൽക്കുന്ന ആൾക്കാർക്കും അനുഭവപ്പെടുകയാണ്. ആർക്കും ഒന്നും മനസ്സിലാവാതെ എല്ലാവരും കിള്ളി പാറി എങ്ങനെ നിൽക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്തെങ്കിലും പ്രശ്നമായിട്ട് സംഭവിക്കുന്നുണ്ടോ? ഒന്നും അറിഞ്ഞൂടാ. അതുമല്ല, അവര് നിൽക്കുന്നതിന്റെ മുമ്പിൽ തന്നെ കടൽ കാണാൻ പറ്റുന്ന ഒരു ഗ്ലാസ് ഉണ്ട്. അതുവഴി അവര് നോക്കുമ്പോൾ ഒരു ഷാർക്കാണെങ്കിൽ നേരത്തെ അവർ രക്ഷിച്ചു വിട്ട് ആ ഒരു കാമുകന്റെ ബോഡി ആയിട്ട് വന്ന് ആ കാമുകന്റെ ബോഡി ഗ്ലാസ്സിലോട്ട് വലിച്ചെറിയാണ്. അത് വന്ന് ഗ്ലാസ്സിൽ കൊരുത്തിരിക്കുന്നുണ്ട്. ഇത് കാണുന്ന കാമുകി ഡോക്ടർ ആണെങ്കിൽ കരഞ്ഞ് വിളിച്ച് കൂവാണ്. സ്വന്തം കാമുകനാണ് അങ്ങനെ ഗ്ലാസ്സിൽ തൂങ്ങി കിടക്കുന്നത്. അതുമല്ല, പതിയെ പതിയെ അവിടുത്തെ ഗ്ലാസ് പൊട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അധിക നേരം ഇവിടെ നിൽക്കാനായിട്ട് പറ്റത്തില്ല. ഇത് പൊട്ടി ഉള്ളിലോട്ട് വെള്ളം കയറും. അങ്ങനെ കയറുവാണെങ്കിൽ എല്ലാവരും മരണപ്പെടും. അതുമല്ല, ഷാർക്കിന് ഒരുപാടധികം ബുദ്ധി വികസിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അത് പ്രതികാരം ചെയ്യാനായിട്ട് ഒരു മനുഷ്യന്റെ ബോഡിയായിട്ട് വന്നേക്കുന്നത്. ഷാർക്കിനെ ഉപദ്രവിച്ചത് കൊണ്ട് തന്നെ അത് തിരിച്ചു ഉപദ്രവിക്കുകയാണ്. അത് പ്രതികാരം ചെയ്യാണ് എന്ന് കാണിക്കാനായിട്ടാണ് ഈ ഷാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ എല്ലാരും കൂടെ പെട്ടെന്ന് സ്റ്റെപ്പ് കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് നോക്കുകയാണ്. എന്നാൽ ആ ഗ്ലാസ് പൊട്ടി വെള്ളം ഉള്ളിലോട്ട് ഇരച്ച് കയറുകയാണ്. ഇരച്ച് കയറിയത് ഒരു സ്റ്റെപ്പ് കയറി ഒരു വാതിലിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ആ വാതിലിനുള്ളിൽ കയറിയിട്ട് ആ വാതിലങ്ങ് അടയ്ക്കുകയാണ്. അത് അടച്ചതിന് ശേഷം ഉള്ളിലോട്ട് വെള്ളം വരുന്നില്ല. എല്ലാരും രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ കാമുകി മാത്രം കാമുകനെ രക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് ആ വിഷമത്തിൽ അവിടെ നിന്ന് കരയാണ്. ഇതേ നേരം കുക്കിനെ കാണിക്കുകയാണെങ്കിൽ അയാൾ എന്താണ് കുലുങ്ങിയെന്ന് അറിയാനായിട്ട് ആ ഒരു ലാബ് മൊത്തം തിരക്കി നടക്കുകയാണ്. കൂടെ തന്നെ അയാളുടെ തത്തയുണ്ട്. ഇയാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അത് അറിയാനായിട്ട് അതിന്റെ മുകളിലോട്ട് കയറിപ്പോകും. പക്ഷെ അയാളുടെ തത്തയാണെങ്കിൽ പേടിച്ചിട്ട് അവിടെ നിന്ന് പറന്ന് മാറിപ്പോവാണ്. ഉടനടി അങ്ങോട്ട് കുറെ അധികം വെള്ളം ഇരച്ചു കയറി വരുന്നുണ്ട്. ഇയാളെയും പൊക്കിയെടുത്ത് അവിടെ നിന്ന് പോവാണ്. ഇയാൾ വെള്ളത്തിന്റെ ദിശ അനുസരിച്ച് അങ്ങനെ പോകുന്നുണ്ട്. വീണ്ടും നമ്മുടെ ടീംസിനെ കാണിക്കുകയാണെങ്കിൽ അവർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ടുള്ള പ്ലാൻ ഇടുകയാണ്. ലിഫ്റ്റ് ഒന്നും വർക്ക് ആവത്തില്ല. അതുമല്ല, സ്റ്റെപ്പിലെല്ലാം വെള്ളമായിരിക്കും. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയേ പറ്റൂ. അതിനൊരു മാർഗം കണ്ടുപിടിക്കണം. അപ്പോൾ ഉള്ള മാർഗം വഴി വെള്ളമില്ലാത്ത സ്ഥലം വഴി പോകാൻ അവർ തീരുമാനിക്കും. അത് പ്രകാരം അവർ നടന്നു പോകുമ്പോൾ അവിടെ ഒരു വാതിലുണ്ട്. ആ വാതിലിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം പുറത്തോട്ട് വരുന്നുണ്ട്. അതിനർത്ഥം അവിടെയും വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടെന്നാണ്. അധികം വൈകാതെ തന്നെ അവർ നിൽക്കുന്ന സ്ഥലവും വെള്ളം കൊണ്ട് നിറയുന്നവർക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടെ പേടിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഓടും. അവർ ഓടിയതും അവരുടെ പിന്നാലെ തന്നെ ആ വാതിലും തകർത്ത് വെള്ളം ഇറച്ചി കയറി വരുന്നുണ്ട്. പക്ഷെ അവരെങ്ങനെയെങ്കിലൊക്കെ ഓടി ഒരു വാതിലിന്റെ അടുത്ത് വന്ന് ആ വാതിൽ നല്ല രീതിയിൽ പിടിച്ചടക്കുകയാണ്. ആ ഒരു റൂമിൽ സേഫ് ആയിട്ട് നിൽക്കുന്നുണ്ട്. വീണ്ടും കുക്കിനെ കാണിക്കുകയാണെങ്കിൽ അയാളെ വെള്ളം എടുത്തോണ്ട് പോയിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല. പകുതി മാത്രമേ വെള്ളം നിറഞ്ഞിട്ടുള്ളൂ. അയാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇയാളെ പേടിച്ച് കുറച്ച് അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ഒരു ഷാർക്ക് ഇയാളുടെ നേരെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കട്ട് ചെയ്താൽ വീണ്ടും നമ്മുടെ ടീംസിനെയാണ് കാണിക്കുന്നത്. മാക്സും അതുപോലെ തന്നെ ലിസയും വഴക്കാവുന്നുണ്ട്. ലിസയോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്.
ദേഷ്യപ്പെടുന്നുണ്ട്. നീ കാരണമാണ് ഇത്രയധികം ജനങ്ങൾ മരിച്ചു പോയത്. ആ ടവർ ലേഡി, ഹെലികോപ്റ്ററിൽ വന്ന ആൾക്കാർ, പിന്നെ നമ്മുടെ കാമുകം കൂട്ടുകാരൻ എല്ലാരും മരണപ്പെട്ടു പോയി. അതെല്ലാം നിന്നെ കാരണമാണ്. നിന്നോട് അപ്പോഴേ ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞില്ലേ, നീ കേട്ടോന്ന് ചോദിച്ച് മാക്സ് ദേഷ്യപ്പെടുമ്പോൾ അവൾക്ക് ഇത്രയധികം ആൾക്കാർ മരണപ്പെട്ടതിന്റെ കുലുക്കൊന്നുമില്ല. അവള് പറയുന്നത് കുറച്ച് ആൾക്കാർ മരിച്ചു പോയാൽ എന്താ, ഒരുപാടധികം അൽഷിമേഴ്സ് ഉള്ള രോഗികളെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമെന്നാണ്. എന്തായാലും മാക്സ് ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവന് വഴക്ക് കൂടാനായിട്ട് താല്പര്യമില്ല. വീണ്ടും കുക്കിനെ കാണിക്കുകയാണെങ്കിൽ കുക്കിന്റെ പിന്നാലെ ഷാർക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് കുക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്ഥലത്ത് കയറി ഒളിച്ചിരിക്കുകയാണ്. അവിടെ ചെറിയൊരു വാതിലുണ്ട്. ആ വാതിൽ ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ പിന്നിൽ കയറി ഒളിച്ചിരിക്കാനായിട്ട് കുക്കിന് സാധിച്ചു. എന്നാൽ ഈ ഷാർക്ക് പിന്നാലെ വന്ന് നോക്കിയപ്പോൾ കുക്കിനെ കാണാനില്ല. അതുകൊണ്ട് തന്നെ ഷാർക്ക് വേറെ വഴിക്ക് പോവാണ്. കുക്ക് ഒരു പാത്രമൊക്കെ പിടിച്ച് അവിടെ തന്നെ പേടിച്ച് നിൽപ്പുണ്ട്. വീണ്ടും നമ്മുടെ ടീംസിനെ കാണിക്കുകയാണെങ്കിൽ എല്ലാവരും കൂടെ നടന്ന് അണ്ടർഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. അവിടെ തന്നെ ഒരു സബ്മറൈൻ ഉണ്ട്. അത് എടുത്തോണ്ട് പോകാനായിട്ടാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ അവിടെ വന്ന് നോക്കുമ്പോൾ ആ സബ്മറൈൻ തകർന്ന് കിടക്കാണ്. അത് വർക്കാവുമെന്ന് അവർക്ക് അറിയത്തില്ല. വീണ്ടും കുക്കിനെ കാണിക്കുകയാണെങ്കിൽ കുക്ക് അങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ട് ആ ഷാർക്ക് വന്നിട്ടുണ്ട്. ഷാർക്ക് എങ്ങനെ ഇയാളുടെ ലൊക്കേഷൻ മനസ്സിലാക്കി. പക്ഷെ ഇയാൾ വിട്ടുകൊടുക്കത്തില്ല. എങ്ങനെയെങ്കിലൊക്കെ വലിഞ്ഞു കയറുന്നുണ്ട്. ഒരു പൊക്കപ്പുറത്തോട്ട് വലിഞ്ഞു കയറുന്നുണ്ട്. ഇയാൾ വലിഞ്ഞു കയറിയതും അതിന്റെ മുകളിലായിട്ട് തത്ത ഉണ്ടായിരുന്നു. ആ തത്ത അവിടെ നിന്ന് പേടിച്ച് പറന്നു പോവാണ്. അയാൾ ആദ്യം ഒന്ന് പേടിക്കുമെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ ആ ഷെൽഫിന്റെ മുകളിൽ വലിഞ്ഞു കയറുന്നുണ്ട്. എന്നാൽ ഈ തത്ത അവിടുത്തെ ഒരു പാത്രത്തിൽ പോയി വെള്ളത്തിലാണ് ഇരിക്കുന്നത്. ആ തത്ത എന്തായാലും ഷാർക്ക് വന്ന് തിന്നുമെന്ന് ഈ കുക്കിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അതിനെ രക്ഷിക്കാനായിട്ട് അവിടുത്തെ പാത്രം പിടിച്ച് വലിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ ആ തത്ത അടുത്തോട്ട് വരുന്നില്ല. എന്നാൽ പെട്ടെന്നായിരിക്കും ആ ഷാർക്ക് വന്ന് ആ തത്തേനെയും പാത്രത്തിനെയും തിന്നുക. ഇത് കണ്ട് ഇയാൾ പേടിച്ചിട്ട് ആ ഷെൽഫോടെ മറിഞ്ഞ് വെള്ളത്തിൽ വീഴുകയാണ്. എന്നാൽ ഇയാൾ വിടത്തില്ല. എങ്ങനെയെങ്കിലൊക്കെ നീന്തി അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. ഈ ഷാർക്കും പിന്നാലെ വന്ന് ഇയാളെ ആക്രമിക്കാനായിട്ട് നോക്കുമ്പോൾ അവിടെ തന്നെ ഒരു ഓവൻ ഉണ്ടായിരുന്നു. ആ ഓവൻ തുറന്ന് അതിനുള്ളിൽ കയറിയിരിക്കുകയാണ് ഈ ഒരു കുക്ക്. ഈ ഓവന്റെ അകത്ത് കയറിയിരിക്കുമ്പോഴും ആ ഷാർക്ക് വെറുതെ വിടുന്നില്ല. ഇയാളെ വന്ന് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഓവൻ പൊളിച്ച് അകത്തോട്ട് കയറി വരാനായിട്ട് നോക്കുന്നുണ്ട് ഷാർക്ക്. ആ ഓവന്റെ ചില്ലും പൊട്ടുന്നുണ്ട്. ഈ കുക്കിന്റെ ഒരു കത്തി ഉണ്ടായിരുന്നു. ആ കത്തി എടുത്ത് ഓവന്റെ മുകൾ ഭാഗം കുത്തി പൊളിക്കുകയാണ്. കുത്തി പൊളിച്ച് വലിയൊരു ഓട്ടയാക്കിയതിനു ശേഷം അതിന്റെ മുകളിൽ കയറി ചെല്ലുന്നുണ്ട്. അതുപോലെ ഈ ഷാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി നടത്തുന്ന നേരത്ത് അവിടെയുള്ള ഓവന്റെ സ്വിച്ച് ഓൺ ആവുകയാണ്. അതുകൊണ്ട് തന്നെ ഓവൻ വർക്കാവുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയേ പറ്റൂ. എങ്ങനെയെങ്കിലുമൊക്കെ അതിന്റെ മുകളിലോട്ട് കയറി വരികയാണ്. ഈ ഷാർക്ക് അപ്പോഴേക്കും ആ ഒരു ഓവൻ പൊളിക്കാനായിട്ട് നോക്കി അകത്തോട്ട് കയറി വരുന്നുണ്ട്. പക്ഷെ ഇയാള് പുറത്തോട്ട് ചാടി രക്ഷപ്പെടുകയാണ്. നീന്തി നീന്തി ദൂരോട്ട് പോകുന്നുണ്ട്. അവിടെ നിന്ന് ഒരു ലൈറ്ററും കിട്ടുന്നുണ്ട്. ഈ ഓവൻ ഓൺ ആണല്ലോ. അയാളുടെ കയ്യിൽ ഇരിക്കുന്ന ലൈറ്റർ എടുത്ത് ആ ഓവന് നേരെ എറിയും. അവിടെ തന്നെ ഷാർക്ക് നിപ്പുണ്ടായിരുന്നു. ഒറ്റ പൊട്ടിത്തെറിയാണ്. ആ ഷാർക്ക് ചത്തയില്ലെന്ന് അറിയാൻ പാടില്ല. എന്തായാലും അത് ഫ്രൈ ആയി കാണണം. ഇയാൾ ഈ തീയുടെ ആഘാതത്തിൽ പെട്ടെന്ന് തന്നെ വെള്ളത്തിന്റെ അടിയിലോട്ട് മറിഞ്ഞു വീഴാണ്. അവിടെ തന്നെ ചെറിയൊരു വാതിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇയാൾക്ക് വലുതായിട്ടൊന്നും പറ്റിയിട്ടില്ല. വീണ്ടും നമ്മുടെ ടീംസിനെ കാണിക്കുകയാണെങ്കിൽ ഇവരെല്ലാരും കൂടെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. കാരണം സബ്മറൈൻ വർക്ക് ആവത്തില്ല. ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നീന്തി തന്നെ രക്ഷപ്പെടണം. ഇവർക്ക് ആർക്കും ഇവിടെ നിന്ന് നീന്തി പോകാനായിട്ട് പറ്റത്തില്ല. കാരണം പേടിയാണ്. ആ ഷാർക്ക് ഒന്ന് ആക്രമിച്ചാലോ. എല്ലാവരും പേടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ആ സെക്രട്ടറി ഇവരെ മോട്ടിവേറ്റ് ചെയ്യും. ഇവിടെ നിന്ന് നീന്തിയാൽ നമുക്ക് രക്ഷപ്പെടാം. വേണമെങ്കിൽ ആ ഷാർക്കിനെയും കുത്തിക്കൊല്ലാം. നിങ്ങൾ എന്റെ കൂടെ നിൽക്കൂ, വാ നമുക്ക് പോവാന്ന് പറഞ്ഞൊരു മോട്ടിവേഷൻ കൊടുക്കുമ്പോഴേക്കും അവിടെ ചെറിയൊരു കുളം പോലെ ഇല്ലേ, ആ കുളത്തിൽ നിന്ന് ഷാർക്ക് പൊങ്ങി വന്ന് ഇയാളെ കടിച്ചെടുത്ത് കൊന്നുകളയാണ്. എല്ലാരും ഇത് കണ്ട് ഞെട്ടി വിറച്ച് നിൽക്കുന്നുണ്ട്. മാക്സിന്റെ കൂട്ടുകാരനൊക്കെ ഇത് കണ്ട് പേടിച്ച് വിറച്ച് അവിടെ ഇരുന്ന് പോവാണ്. പക്ഷെ മാക്സ് വലുതായിട്ട് പേടിക്കാതെ അവന്റെ അടുത്ത് വന്ന് അവനെ സമാധാനപ്പെടുത്തും. ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇവിടെ നിന്നാൽ എന്തായാലും മരണപ്പെടും. പക്ഷെ പുറത്തോട്ട് രക്ഷപ്പെടാൻ നോക്കിയാൽ ചിലപ്പോൾ മരിക്കാം, ചിലപ്പോൾ രക്ഷപ്പെടാം. അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ വഴി നോക്കാന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാരെയും മോട്ടിവേറ്റ് ചെയ്യാണ്. അതുപോലെ ഇവർക്ക് രക്ഷപ്പെടാനായിട്ട് ഈ ഒരു ലാബിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ഏണിയുണ്ട്. ആ ഏണി വെച്ച് മുകളിലോട്ട് കയറി പോയാൽ മതി. വെള്ളമില്ലാത്ത ഭാഗത്ത് ചെന്ന് എത്തിപ്പെടാം. അതുകൊണ്ട് തന്നെ അതുവഴി പോകാനായിട്ട് പ്ലാൻ ചെയ്യാണ്. ആ പ്രകാരം അതുവഴി പോകാനായിട്ട് അവിടെ ഒരു ഡോറുണ്ട്. അത് തുറന്ന് എല്ലാവരും കൂടെ പതിയെ പതിയെ ഉള്ളിലോട്ട് കയറി ചെല്ലുകയാണ്. എന്നാൽ പെട്ടെന്നായിരിക്കും അടിയിലുള്ള പ്രഷർ കൂടുക. നമ്മൾ നേരത്തെ കണ്ട ആ പോണ്ടിൽ നിന്ന്, ആ കുളത്തിൽ നിന്ന് ഒരുപാട് വെള്ളം മുകളിലോട്ട് ഇരച്ചു കയറുകയാണ്. കടലിലുള്ള പ്രഷർ കൂടിയിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവരെല്ലാരും കൂടെ പേടിച്ച് ആ വാതിലിനുള്ളിൽ കൂടെ അപ്പുറത്ത് കിടക്കും. ആ ഡോർ എങ്ങനെയെങ്കിലും അടയ്ക്കാനായിട്ട് നോക്കുകയാണ്. പക്ഷെ മാക്സും കൂട്ടുകാരനും കൂടെ വിചാരിച്ചിട്ട് നടക്കുന്നില്ല. ആ വാതിൽ വഴി ഒരുപാട് വെള്ളം വരുന്നത് കൊണ്ട് തന്നെ അടയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല. എങ്ങനെയെങ്കിലൊക്കെ ഇവർ ആ വാതിൽ തള്ളി അടയ്ക്കുകയാണ്. അത് ലോക്കിയാണ്. കുറച്ചധികം വെള്ളം ഉള്ളിലോട്ട് കയറി വന്നിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാരും കൂടെ അവിടത്തെ ഏണി വഴി മുകളിലോട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്നായിരിക്കും നേരത്തെ അടച്ച വാതിൽ നിന്ന് ഭയങ്കരമായിട്ട് ശബ്ദം കേൾക്കുക. മറ്റൊന്നുമല്ല, ഷാർക്ക് വാതിൽ പൊളിച്ച് അകത്ത് കയറാനായിട്ട് നോക്കുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായി ആ ഷാർക്ക് അധികം വൈകാതെ തന്നെ ഇങ്ങോട്ട് കയറി വരും. അത് കയറി വന്നാൽ ഇവിടുത്തെ വെള്ളത്തിന്റെ അളവ് കൂടുകയും ചെയ്യും. ആ ഷാർക്കിന് പൊക്കത്തിൽ വന്നവരെ കടിച്ചു കൊല്ലാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാരും കൂടെ മുകളിലോട്ട് കയറി പോവാണ്. അതുമല്ല, ഈ വെള്ളം ഇങ്ങോട്ട് കൂടി കൂടി വന്നാൽ ഇവർ മുകളിൽ എത്തണേ മുമ്പ് ഇവർ ആ ഷാർക്ക് എന്തായാലും പിടിക്കും. അതുകൊണ്ട് തന്നെ മാക്സിന് ഒരു ഐഡിയ തോന്നിട്ട് അവൻ താഴത്തിറങ്ങി ചെല്ലുകയാണ്. ഇവിടെ തന്നെ വേറൊരു ഫ്ലോറോട് ഉണ്ട്. അവിടുത്തെ ഡോറ് തുറന്നു വിടുവാണെങ്കിൽ കുറച്ചധികം വെള്ളം ആ ഫ്ലോറിലോട്ട് പൊയ്ക്കോളും. പെട്ടെന്ന് തന്നെ ഈ കുഴി നിറയത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെയെങ്കിലൊക്കെ ചാടി കയറുകയാണ്. ചാടി കയറിയതിനു ശേഷം അവിടുത്തെ ഡോർ എങ്ങനെയെങ്കിലൊക്കെ തുറക്കാനായിട്ട് നോക്കുമ്പോൾ അവിടെ നിന്നും കുറച്ചധികം വെള്ളം ഇങ്ങോട്ട് വന്ന് വീഴുന്നുണ്ട്. പക്ഷേ ഈ കുഴിയിലുള്ള വെള്ളം മുകളിലോട്ട് കയറി വരുമ്പോൾ ആ ഫ്ലോർ വഴി കുറച്ചധികം വെള്ളം പോവും. പതി ഇത് നിറയത്തുള്ളൂ. അങ്ങനെ മാക്സ് അവിടുത്തെ ഡോറൊക്കെ തുറന്നിട്ട് എങ്ങനെയൊക്കെയോ ഏണിയിൽ ചാടി വീഴുന്നുണ്ട്. പക്ഷേ വെള്ളം അവന്റെ ഭാഗം വരെ എത്തിയിട്ടുണ്ട്. ആ ഷാർക്ക് അവനെ കടിക്കാനായിട്ട് നോക്കുമ്പോൾ എങ്ങനെയെങ്കിലൊക്കെ മുകളിലോട്ട് കയറി ചെല്ലാണ്. എന്നാൽ വേറൊരു
വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ മുകളിൽ തീ പിടിച്ചിട്ടുണ്ട്. ആ തീയുടെ ആഘാതം കാരണം ഇവർ കയറിപ്പൊക്കൊണ്ടിരുന്ന ഏണി ഇളകി താഴോട്ട് വീഴാണ്. അത് വന്ന ആ കുഴിയുടെ ഭാഗത്ത് രണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. അതുമല്ല കൂട്ടുകാരിയാണെങ്കിൽ കാമുകി കൂട്ടുകാരിയാണെങ്കിൽ വെള്ളത്തിൽ തെറിച്ചു വീണിട്ടുണ്ട്. ആ ഒരു ഡോക്ടറില് മാക്സ് എങ്ങനെയെങ്കിലൊക്കെ അവളെ രക്ഷിക്കാനായിട്ട് കൈ കൊടുക്കാനായിട്ട് തൂങ്ങി കിടക്കുകയാണ്. എന്നാൽ അവൾക്ക് കൈ കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ആ ഷാർക്ക് വന്ന് അവളെ ആക്രമിക്കുകയാണ്. അവളെ കടിച്ച് കൊന്നുകളയാണ്. എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവള് മരണപ്പെട്ടു പോയി. അതുമല്ല ഇവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തൊട്ട് മുകളിൽ തന്നെ ഒരു ഫ്ലോർ ഉണ്ട്. ആ ഫ്ലോറിൽ ഡോർ ഉണ്ട്. അത് തുറന്ന് അകത്തോട്ട് കയറിപ്പോയാൽ മതി. എന്നാൽ ഈ ഏണി നിൽക്കുന്ന ലെവലും ആ ഫ്ലോറുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരാൾക്ക് എന്തായാലും ചാടി അതിന്റെ മുകളിൽ കയറാനായിട്ട് സാധിക്കത്തില്ല. രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച് ഇവരുടെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ കുക്ക് വാതിലും തുറന്ന് അങ്ങോട്ട് വരിക. പിന്നീട് എല്ലാരെയും വലിച്ചു കയറ്റി ആ ഫ്ലോറിനുള്ളിലോട്ട് കയറി പോവാണ്. എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട്. രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ ഇനി ബാക്കി കുക്കും അതുപോലെ തന്നെ മാക്സും എൽസയും പിന്നെ കൂട്ടുകാരനും മാത്രമേ ഉള്ളൂ. ഇവരെല്ലാം രക്ഷപ്പെട്ടിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ടുള്ള സാധനങ്ങൾ എടുക്കാനായിട്ട് ഒരു റൂമിലോട്ട് കയറി ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ഈ എൽസയാണെങ്കിൽ ഒരുപാടധികം മനസ്സ് തളർന്നിട്ട് നമ്മുടെ മാക്സിനോട് വന്ന് ക്ഷമ പറയാണ്. അവൾ കാരണം കുറച്ചധികം മനുഷ്യർ മരണപ്പെട്ടു പോയില്ലേ, ഇപ്പോഴാണ് അവൾക്ക് കുറ്റബോധം വരുന്നത്. അവള് അവനോട് ക്ഷമ പറയും. ഇനി ക്ഷമ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്നോട് ക്ഷമ പറയണ്ട, അതൊന്നും സാറില്ലാന്ന് അവൻ പറയും. ഇത് കഴിഞ്ഞിട്ട് കൂട്ടുകാരനും ഹീറോയും കൂടെ ഇവിടെ നിന്ന് ലിഫ്റ്റ് കയറി രക്ഷപ്പെട്ടു പോകാനായിട്ട് ഇലക്ട്രിസിറ്റി ഓൺ ആക്കാനായിട്ട് ഒരു സ്ഥലത്തോട്ട് പോകും. അതും വെള്ളം നിറഞ്ഞു കിടക്കുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. ആ നേരം എൽസയും അതുപോലെ തന്നെ കുക്കും ആ റൂമിൽ ഒറ്റയ്ക്കാണ്. ഈ എൽസയാണെങ്കിൽ എനിക്ക് കുറച്ചധികം ഡേറ്റ എടുക്കാനുണ്ട്, ഇത്രയധികം ആൾക്കാർ മരണപ്പെട്ടതിന് എന്തെങ്കിലും ഒരു വില വേണമെങ്കിൽ ആ ഡേറ്റ എടുത്തോണ്ട് വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവള് ഡേറ്റ എടുക്കാനായിട്ട് ലാബിനുള്ളിലോട്ട് പോകും. കുക്ക് വേണ്ട വേണ്ട ആ ഷാർക്ക് വന്ന് ആക്രമിക്കുമെന്ന് പറയുമ്പോൾ അവള് കേൾക്കുന്നില്ല. ഇപ്പം മാക്സും കൂട്ടുകാരനും ആ വെള്ളത്തിൽ അങ്ങനെ മുങ്ങി കിടക്കുമ്പോൾ മാക്സ് ഞാൻ അടിയിൽ പോയി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ് വെള്ളത്തിന്റെ അടിയിലോട്ട് പോയി നോക്കും. എന്നാൽ അവിടെ പോയി നോക്കുമ്പോൾ ഒരു ബോഡി കണ്ട് പേടിച്ച് മുകളിലോട്ട് വീണ്ടും പൊന്തി വരികയാണ്. എന്നിട്ട് അങ്ങ് നിലവിളിക്കാനായിട്ട് തുടങ്ങും. കൂട്ടുകാരനും നിലവിളിക്കും ഷാർക്ക് വന്നെന്ന് വിചാരിച്ചിട്ട്. പിന്നീടാണ് മനസ്സിലാവുക ഇവൻ ബോഡി കണ്ടിട്ടാണ് പേടിച്ചതെന്ന്. അങ്ങനെ മാക്സും അതുപോലെ തന്നെ കൂട്ടുകാരനും കൂടെ അവിടെ കറണ്ട് ഓണാക്കുന്ന സ്വിച്ച് കണ്ടുപിടിച്ചു. അവിടെ വന്ന് സ്വിച്ച് ഒക്കെ ഓണാക്കുകയാണ്. കറണ്ട് വരുന്നുണ്ട്. ഈ കറണ്ട് വരുന്ന നേരത്ത് കൂടെ തന്നെ ഷാർക്കും ദൂരന്നായിട്ട് വരുന്നുണ്ട്. ഇവരെ ആക്രമിക്കാനായിട്ട് വന്നതാണ്. ഈ ഷാർക്ക് പെട്ടെന്ന് തന്നെ വന്നിട്ട് കൂട്ടുകാരനെ കടിച്ചു പറിച്ച് കൊന്നുകളയാണ്. ഇത് കണ്ടിട്ട് മാക്സ് ആകെ പേടിച്ചു പോണ്. അവൻ എത്രയും പെട്ടെന്ന് നീന്തി ഒരു സ്ഥലത്തോട്ട് മാറി നിൽക്കുന്നുണ്ട്. ഒരു ഡോറിന്റെ ഭാഗമാണ്. ഈ ഷാർക്ക് അവനെ കടിച്ചെടുക്കാനായിട്ട് ആ ഡോറിന്റെ ഭാഗത്തോട്ട് വരുമ്പോൾ അവൻ എത്രയും പെട്ടെന്ന് തന്നെ ആ ഡോർ തുറന്ന് അപ്പുറത്തോട്ട് വീഴാണ്. ഇതേ നേരം എൽസി ആണെങ്കിൽ ആ ഡേറ്റ എടുക്കാനായിട്ട് ലാബിലോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അവിടെ വന്ന് നോക്കുമ്പോൾ ലാബാകെ വെള്ളം കയറി നശിച്ചേക്കാണ്. വെള്ളത്തിനടിയിൽ പോയാൽ മാത്രമേ ആ ഡേറ്റ എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവള് ഷാർക്ക് വരുമെന്നുള്ള പേടിയൊന്നും ഇല്ലാതെ പതിയെ പതിയെ വെള്ളത്തിനുള്ളിലോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. ഇതേ നേരം ആ ഒരു കുക്കാണെങ്കിൽ അവിടെ നിന്ന് ഒരു ക്യാമറ കിട്ടിയിട്ട് അതിൽ ഇയാളുടെ വീഡിയോ എടുക്കുന്നുണ്ട്. ആ വീഡിയോ എടുത്തിട്ട് അതൊരു കാസറ്റ് ആക്കിയതിനു ശേഷം ആ കാസറ്റ് ഒരു പ്ലാസ്റ്റിക് ബാഗിൽ ഇട്ടതിന് ശേഷം ഫ്ലോറിന്റെ അവിടെ വരുന്നുണ്ട്. അവിടെ ചെറിയൊരു കുഴിയില്ലേ, ആ വെള്ളത്തിൽ ഇടാനായിട്ട് ഈ കാസറ്റ് ആരുടെയെങ്കിലും കയ്യിൽ കിട്ടാനായിട്ട് അവിടെ അത് വന്ന് ഇടാനായിട്ട് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മാക്സ് പൊന്തി വരിക. മാക്സിന് അയാളാണ് വലിച്ച് മുകളിലോട്ട് കയറ്റുന്നത്, രക്ഷപ്പെടുത്തുന്നത്. രക്ഷപ്പെടുത്തിയതിനു ശേഷം മാക്സ് ചോദിക്കും എൽസയ്ക്ക് എന്താണ് പറ്റിയതെന്ന്. അപ്പോഴാണ് കുക്ക് എൽസയുടെ കാര്യം ഓർക്കുക. രണ്ടുപേരും കൂടെ പെട്ടെന്ന് എൽസേനെ രക്ഷിക്കാനായിട്ട് എൽസയുടെ അടുത്തോട്ട് ഓടും. ഇപ്പൊ എൽസയാണെങ്കിൽ ആ ലാബിനുള്ളിൽ വെള്ളത്തിലാണ്. അവിടെ വന്നൊരു ഷെൽഫ് തുറന്ന് അതിൽ നിന്ന് ഡേറ്റ എടുക്കുന്നുണ്ട്, കുറച്ചധികം ഡേറ്റ. അതെടുത്തിട്ട് അവള് പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഷാർക്ക് അവളുടെ അടുത്തോട്ട് വരികയാണ്. പെട്ടെന്ന് പേടിച്ച് നോക്കുമ്പോൾ അത് ഷാർക്കല്ല, അവർ പരീക്ഷണം നടത്തിയ വെറും ബോഡി മാത്രമായിരുന്നു. അവള് സമാധാനപ്പെട്ട് നിൽക്കുമ്പോൾ ഒറിജിനൽ ഷാർക്ക് വളരെയധികം വേഗതയിൽ ഇവളുടെ അടുത്തോട്ട് വരികയാണ്. ഇവിടെ വന്ന് ആക്രമിക്കാനായിട്ട് നോക്കുമ്പോൾ ഇവൾ ആ ഷെൽഫിന്റെ ഇടയിൽ കയറി നിന്ന് രക്ഷപ്പെടും. പിന്നെ ഇവൾ എങ്ങനെയെങ്കിലുമൊക്കെ നീന്തി ഒരു പൊക്കപ്പുറത്ത് വരുന്നുണ്ട്, വലിയൊരു ഷെൽഫിന്റെ പൊക്കപ്പുറം. അവിടെ വരുമ്പോൾ ഈ ഷാർക്ക് അവൾ ആക്രമിക്കാനായിട്ട് ആ ഷെൽഫിൽ ആക്രമിക്കുന്നുണ്ട്. പക്ഷെ അവള് വിടത്തില്ല. അവളുടെ മുകളിൽ തന്നെ ഒരു ബൾബ് കത്തിക്കിടപ്പുണ്ട്. അവൾക്ക് മനസ്സിലായി ആ വയറിൽ കൂടെ കറണ്ട് പോകുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവൾ ഷർട്ടും പാന്റൊക്കെ ഊരിയതിനു ശേഷം അത് താഴെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. മുകളിലുള്ള ആ ഒരു പൈപ്പ് പൊട്ടിച്ചെടുക്കുന്നുണ്ട്, അതിൽ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഈ ഷാർക്ക് ആ നേരം കൊണ്ട് ഇവളെ ആക്രമിക്കാനായിട്ട് വരും. പക്ഷെ അവള് വിട്ടുകൊടുക്കത്തില്ല. ഇവൾ ആ ഷെൽഫിന്റെ മുകളിൽ അങ്ങനെ നിന്നിട്ട് ആ ഒരു കറണ്ടുള്ള വയറെടുത്ത് ആ ഷാർക്കിന് ഇട്ട് കൊടുക്കുകയാണ്. അത് വന്ന് കടിച്ചത് അതിനകത്തിരുന്ന് കറണ്ട് അടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവളുടെ കാലിൽ തുണിയൊക്കെ വെച്ച് മൂടിയത് കൊണ്ട് തന്നെ ഇവളെ കറണ്ട് അടിക്കുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് മാക്സും അതുപോലെ തന്നെ കുക്കും കൂടെ അങ്ങോട്ട് വരുമ്പോൾ ലിസ എല്ലാം കഴിഞ്ഞ് ഷാർക്കിനെ കൊന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നേക്കാണ്. അവളുടെ കയ്യിൽ ഡേറ്റയുണ്ട്. എല്ലാവരും ഇപ്പോൾ ഒത്തുചേർന്നല്ലോ. ഈ 3 പേരെ ഇനി ബാക്കിയുള്ളൂ. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണം. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്ഥലത്ത് ചെല്ലുകയാണ്. അവിടുത്തെ ഡോറെല്ലാം അടയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം സേഫ്റ്റി ജാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഷാർക്ക് എന്ന് പറഞ്ഞാൽ നല്ല കളറിനോട് അട്രാക്ട് ആവും. ഈ കളറുള്ള വസ്തുക്കൾ കണ്ടാൽ അത് കടിച്ച് നശിപ്പിക്കും. അപ്പൊ ഈ ഷാർക്കിന്റെ ശ്രദ്ധ മാറുന്ന നേരത്ത് ഇവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. എങ്ങനെയാണ് ശ്രദ്ധ മാറുന്നത്? ഈ ഷാർക്ക് ഈ കളറുള്ള വസ്തുവിന്റെ പിന്നാലെ പോകും. ഇവരെല്ലാരും കൂടി ഈ റൂമിൽ കയറിയിട്ട് അവിടുത്തെ പൈപ്പ് എല്ലാം തുറന്നു വിടുകയാണ്. അതിനുള്ളിലോട്ട് വെള്ളം ഇരച്ചു കയറി വരുന്നുണ്ട്. ഈ ഇരച്ചു കയറി വരുന്ന നേരത്ത് ഇവരുടെ ലെവലും കൂടി വന്നിട്ട് ഇവർ മുകളിൽ അങ്ങനെ നിൽക്കുകയാണ്. വെള്ളത്തിന്റെ ലെവൽ കൂടി വന്നിട്ട് അതിനുശേഷം അവിടെ തന്നെ ഒരു വാതിലുണ്ട്. ആ വാതിൽ തുറന്നിട്ട് അവർ കടലിനുള്ളിലോട്ട് ഇറങ്ങിയിട്ട് നീന്തി മുകളിലോട്ട് പോകും. ഇവർ ആക്രമിക്കാനായിട്ട് ഷാർക്ക് വരുന്നുണ്ട്. എന്നാൽ ഷാർക്ക് തന്നെ കൺഫ്യൂഷനിലാണ്. ഈ ഷാർക്ക് വന്നിട്ട് ആ സേഫ്റ്റി ജാക്കറ്റ് ഒക്കെയാണ് കടിച്ചു പൊട്ടിച്ച് കളയുന്നത്. എന്നാൽ ഈ ഷാർക്ക് വെറുതെ വിടത്തില്ല. ഇവർ മുകളിലോട്ട് പൊന്തി വന്നെങ്കിലും ആ ഒരു കുക്കിനെ വന്ന് ഷാർക്ക് ആക്രമിക്കുകയാണ്. ഇത് കണ്ട് പേടിച്ചിട്ട് എൽസയും അതുപോലെ തന്നെ മാക്സ്
മാക്സും കൂടെ പെട്ടെന്ന് തന്നെ നീന്തി കരയിലോട്ട് പോവുകയാണ്. പക്ഷെ നമ്മുടെ കുക്ക് വെറുതെ വിടത്തില്ല. കുക്ക് ആ ഷാർക്കിനെ കുക്കിന്റെ കയ്യിൽ കിട്ടിയ എന്തോ ഒരു കമ്പി കൊണ്ട് അതിനെ കുത്തുകയാണ്. നല്ല രീതിയിൽ കുത്തുന്നുണ്ട്. ഈ നേരം കൊണ്ട് നമ്മുടെ മാക്സ് ആണെങ്കിൽ എൽസേനെ കരക്കാക്കിയിട്ട് തിരിച്ചു വരും ഈ കുക്കിന്റെ അടുത്ത്. ഈ ഷാർക്കിനെ വേദനിപ്പിച്ചത് കൊണ്ട് തന്നെ അത് തൽക്കാലം അവിടെ നിന്ന് മാറിപ്പോയി കുക്കിനെ എടുത്ത് മാക്സ് നീന്തി നീന്തി കരയിലോട്ട് വരികയാണ്. കരയ്ക്ക് കൊണ്ടുവന്നിട്ട് എൽസയാണ് കുക്കിന് മുറിവെല്ലാം വെച്ച് കെട്ടി കൊടുക്കുക. അതിനുശേഷം എൽസ പുറത്തോട്ടിറങ്ങി വരുമ്പോൾ അവിടെ തന്നെ മാക്സ് നിപ്പുണ്ട്. ഈ ഷാർക്കിനെ കൊല്ലാതെ വിട്ടാൽ ഇവിടത്തുള്ള വെള്ളം വീണ്ടും വീണ്ടും കൂടി വന്നിട്ട് ഈ ഷാർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. അങ്ങനെ രക്ഷപ്പെട്ട് കടലിലെത്തിയാൽ അത് വലിയധികം അപകടമായിരിക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ കൊല്ലണമെന്ന് പറയുമ്പോൾ എൽസ ഇപ്രാവശ്യം സമ്മതിക്കുകയാണ്. അങ്ങനെ ആ പ്രകാരം നമ്മുടെ മാക്സ് ഒരു തോക്ക് എടുത്തതിനെ ഷൂട്ട് ചെയ്യാനായിട്ട് അവിടെ പോയി നിൽക്കും. ആ ഷാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തുന്നുണ്ട്. എന്നാൽ അവനെ കൊണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇതിനെ ഷൂട്ട് ചെയ്തതിന് ശേഷം അതിന്റെ ദേഹത്തൂടെ കറണ്ട് പാസ് ചെയ്ത് വിടാനാണ് ഇവരുടെ പ്ലാൻ. ഈ നേരം ഈ ഷാർക്ക് ആണെങ്കിൽ താഴെയുള്ള നെറ്റൊക്കെ കടിച്ച് പൊട്ടിക്കുകയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ എന്തായാലും തീരുമാനവും. അതുകൊണ്ട് തന്നെ എൽസ ഒരു കാര്യം ചെയ്യാണ്. അവള് സ്വന്തം കൈ മുറിച്ചിട്ട് ആ ഒരു രക്തമായിട്ട് കടലിനുള്ളിലോട്ട് ചാടി ഇറങ്ങും. അങ്ങനെ ഈ കടലിലെ രക്തം പരക്കുകയാണ്. ഷാർക്കിന് രക്തത്തിന്റെ മണം കിട്ടിയിട്ടുണ്ട്. ഉടനടി ഈ ഷാർക്ക് എൽസേനെ ആക്രമിക്കാനായിട്ട് ആ നെറ്റൊന്നും പൊളിക്കാതെ അങ്ങോട്ട് വരികയാണ്. അതിനെങ്ങനെയെങ്കിലും രക്തം കിട്ടിയാൽ മതി. ഇത് കാണുന്ന മാക്സ് ആണെങ്കിൽ എൽസേനെ രക്ഷിക്കാനായിട്ട് കടലിലോട്ട് എടുത്തു ചാടും. എന്നാൽ അവൻ ഒരുപാട് വൈകിപ്പോയി. ആ ഷാർക്ക് അവളെ വന്ന് കടിച്ചെടുത്ത് കൊന്നു കളയാണ്. കടിച്ച് പീസ് ആക്കി കളഞ്ഞു. ഇത് കണ്ട് മാക്സ് ആകെ പേടിച്ചു പോവുകയാണ്. മാക്സ് എങ്ങനെയെങ്കിലുമൊക്കെ കരയ്ക്ക് തിരിച്ചു കയറാനായിട്ട് നോക്കുമ്പോൾ അവിടെ കയറാനായിട്ട് പറ്റുന്നില്ല. അവിടെ കുറച്ച് ഹോള് മാത്രമേ ഉള്ളൂ. അതുവഴി കയറി പോകാനായിട്ട് പറ്റുന്നില്ല. ആ നേരം കൊണ്ട് ഷാർക്ക് അവനെ ഒന്ന് ആക്രമിക്കുകയാണ്. പക്ഷെ അവൻ എങ്ങനെയെങ്കിലുമൊക്കെ തെന്നി മാറി ഷാർക്കിന്റെ കൊമ്പിൽ പിടിച്ച് അങ്ങനെ കടലിൽ ഉടപ്പൊയ്ക്കൊണ്ടിരിക്കും. ഈ നേരം ആ കുക്കിന് ബോധം വന്നിട്ടുണ്ട്. കുക്ക് എണീറ്റ് ആ തോക്കും കയ്യിൽ എടുത്തിട്ടുണ്ട്. ആ ഒരു ഷാർക്കിനെ നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. മാക്സ് വിളിച്ച് പറയുന്നുണ്ട് പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ. ആ പ്രകാരം കുക്ക് ഷൂട്ട് ചെയ്യും. കറക്റ്റായിട്ട് ആ ഷാർക്കിന്റെ ദേഹത്ത് തന്നെ വന്ന് കൊള്ളുകയാണ്. ഇനി അതിനകത്ത് കറണ്ട് കൊടുത്താൽ മതി ഈ ഷാർക്കിനെ കൊന്നു കളയാനായിട്ട് സാധിക്കും. മാക്സ് വിളിച്ച് പറയും അതെങ്ങനെയെങ്കിലും എടുത്ത് ബാറ്ററിയിൽ കൊടുക്കാനായിട്ട്. അവിടെ ഒരു ബാറ്ററി ഉണ്ട്. പെട്ടെന്ന് തന്നെ ഈ കുക്ക് അതെടുത്ത് ബാറ്ററിയിലോട്ട് കൊടുക്കുകയാണ്. ഈ ഷാർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ആ ഒരു നെറ്റും തുളച്ച് അപ്പുറത്തോട്ട് പോകും. പക്ഷേ മാക്സിന് പോകാനായിട്ട് സാധിച്ചില്ല. അവൻ തെറിച്ച് താഴോട്ട് വീഴും. ഈ ഷാർക്ക് കുറച്ചു ദൂരം അങ്ങോട്ട് പോയതും ഒറ്റ പൊട്ടിത്തെറിയാണ്. ആ ഷാർക്ക് മരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ ചത്തുപോയി. പക്ഷെ മാക്സിന് കുഴപ്പമൊന്നുമില്ല. അവൻ കടലിന് മുകളിലോട്ട് പൊങ്ങി വരികയാണ്. ഇത് കഴിഞ്ഞ് മാക്സ് നീന്തി കുക്കിന്റെ അടുത്ത് വരും. രണ്ടുപേരും കൂടെ കരയ്ക്ക് അങ്ങനെ കിടക്കുകയാണ്. രണ്ടുപേരും നല്ല ക്ഷീണിച്ചു പോയിട്ടുണ്ട്. അതുമല്ല ദൂരം നിന്ന് അവരെ രക്ഷിക്കാനായിട്ട് കുറച്ചധികം ആൾക്കാർ വരുന്നുണ്ട്. എന്തായാലും ഇവരെ രക്ഷിച്ചുകൊണ്ട് പോകും. അതുപോലെ തന്നെ ഇവരെല്ലാ ഷാർക്കിനെയും കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഇനി അപകടമൊന്നും വരാനായിട്ടില്ല. ഇതും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റിൽ പറയൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.